ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ലഭിക്കുന്നതിനായി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മിൽമയിലേക്ക് നിരവധി തൊഴിൽ അവസരങ്ങൾ. കേരള കോ-ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് ഒഴിവുകൾ. യോഗ്യത ആൻഡ് പരിചയം: MBA ബിരുദം, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി എന്നിവയിൽ 2 വർഷത്തെ പരിചയം. ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ പ്രാവീണ്യം. ഇരുചക്ര വാഹനം ഉണ്ടായിരിക്കണം. പ്രായപരിധി 28 വയസ്സ്. ശമ്പളം 2.5 ലക്ഷം രൂപ മുതൽ. താൽപ്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കിയ ശേഷം ഏപ്രിൽ 18 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കുക. ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് TSI തസ്തികയുടെ റോളുകളും ഉത്തരവാദിത്തങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു ശ്രേണിയുടെ വിൽപ്പന. വിതരണ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം സ്ഥാനാർത്ഥിക്കായിരിക്കും. പ്രദേശത്തിന്റെ വരുമാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നേരിട്ടുള്ള ഉത്തരവാദിത്തം. വരുമാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഡിസ്ട്രിബ്യൂട്ടർ സെയിൽസ് ടീമിനെ നിർമ്മിക്കുക, നയിക്കുക, നിയന്ത്രിക്കുക. വിതരണക്കാരെ നിയന്ത്രിക്കുകയും ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുക. GT/MT വിതരണങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പുതിയ വിതരണക്കാരെ പരിചയപ്പെടുത്തലും നിയമനവും സമയബന്ധിതവും കൃത്യവുമായ MIS റിപ്പോർട്ടിംഗ് നടത്തുക. ബിസിനസ്സിന്റെ പുരോഗതിയെക്കുറിച്ച് ആനുകാലികമായി ഡിസ്ട്രിബ്യൂട്ടർ അവലോകനം നടത്തുക. പ്രതിവാര, പ്രതിമാസ, ത്രൈമാസികം. തിരഞ്ഞെടുക്കൽ രീതി: ഉദ്യോഗാർത്ഥി നൽകുന്ന വിശദാംശങ്ങളെ അടിസ്ഥാനമാക്കി അപേക്ഷകൾ സൂക്ഷ്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ടെസ്റ്റ് പ്രാഫിഷ്യൻസി മൂല്യനിർണ്ണയത്തിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യും. ടെസ്റ്റ് അസസ്മെന്റ് യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ആ ഉദ്യോഗാർത്ഥികൾ ഒരു അഭിമുഖത്തിന് ഹാജരാകണം. ഉദ്യോഗാർത്ഥികളുടെ നിയമനം: ഓർഗനൈസേഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി മറ്റ് യോഗ്യതാ മാനദണ്ഡങ്ങളുടെ പൂർത്തീകരണത്തിന് വിധേയമായി ടെസ്റ്റ്, അസസ്മെന്റ്, അഭിമുഖം എന്നിവയിലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. പൊതുനിർദ്ദേശങ്ങൾ: ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് മുമ്പ് അപേക്ഷകർ വിശദമായ അറിയിപ്പ് ശ്രദ്ധാപൂർവം പരിശോധിക്കുകയും ഈ റിക്രൂട്ട്മെന്റിനുള്ള അവരുടെ യോഗ്യതയെക്കുറിച്ച് സ്വയം തീരുമാനിക്കുകയും വേണം. ഓൺലൈനായി സമർപ്പിക്കുന്നതിലെ പൊരുത്തക്കേടുകൾക്ക് ഓർഗനൈസേഷൻ ഉത്തരവാദിയല്ല. അപേക്ഷകർ ഓൺലൈൻ അപേക്ഷയുടെ പ്രസക്തമായ എല്ലാ ഫീൽഡുകളും നിർബന്ധമായും പൂരിപ്പിക്കണം. അപൂർണമായ, തെറ്റായ അപേക്ഷാ ഫോം ചുരുക്കത്തിൽ നിരസിക്കപ്പെടും. സ്ഥാനാർത്ഥി പിന്നീട് നൽകുന്ന വിവരങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ സംഘടന സ്വീകരിക്കില്ല. സമർപ്പിക്കുന്ന സമയത്ത് അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിൽ അപേക്ഷകർ ശ്രദ്ധിക്കണം. സൂക്ഷ്മപരിശോധനയ്ക്കിടെ എന്തെങ്കിലും വീഴ്ച കണ്ടെത്തിയാൽ അവൾ റിക്രൂട്ട്മെന്റ് പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലോ പിന്നീടുള്ള ഘട്ടത്തിലോ വന്നാലും സ്ഥാനാർത്ഥിത്വം നിരസിക്കപ്പെടും. അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ അപേക്ഷകൻ തെറ്റായ, കൃത്രിമമായ, കെട്ടിച്ചമച്ച വിവരങ്ങൾ നൽകരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽ വിവരങ്ങൾ അടിച്ചമർത്തരുത്. ഓൺലൈൻ അപേക്ഷാ ഫോമിൽ നൽകിയിട്ടുള്ള വ്യക്തികൾ സ്ഥാനാർത്ഥി ഹാജരാക്കിയ യഥാർത്ഥ രേഖകളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അവളുടെ സ്ഥാനാർത്ഥിത്വം നിരസിക്കപ്പെടും. പരസ്യപ്പെടുത്തിയ പോസ്റ്റുകൾ പൂരിപ്പിക്കാനോ പൂരിപ്പിക്കാതിരിക്കാനോ ഉള്ള അവകാശം KCMMFൽ നിക്ഷിപ്തമാണ്. അപേക്ഷകർക്ക് സാധുവായ ഒരു വ്യക്തിഗത ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അത് ഈ റിക്രൂട്ട്മെന്റ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ സജീവമായി സൂക്ഷിക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID വഴി എഴുത്തുപരീക്ഷ, പ്രാവീണ്യം വിലയിരുത്തൽ, ഇന്റർവ്യൂ എന്നിവയ്ക്കുള്ള കോൾ ലെറ്ററുകൾ ഡൗൺലോഡ് ചെയ്യാൻ CMD അറിയിപ്പ് അയച്ചേക്കാം. ഒരു സ്ഥാനാർത്ഥിക്ക് സാധുവായ വ്യക്തിഗത ഇമെയിൽ ID ഇല്ലെങ്കിൽ അവളുടെ പുതിയ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും സൃഷ്ടിക്കണം. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് മുമ്പ് ആ ഇമെയിൽ അക്കൗണ്ടും മൊബൈൽ നമ്പറും സൂക്ഷിക്കണം. അപ്പോയിന്റ്മെന്റ് ലെറ്ററുകളുടെ പകർപ്പ്, ശമ്പള സർട്ടിഫിക്കറ്റുകൾ, പേ സ്ലിപ്പ് മുതലായവ പ്രവൃത്തിപരിചയ സർട്ടിഫിക്കറ്റിന് പകരം സ്വീകരിക്കുന്നതല്ല. എല്ലാ ലിങ്കുകളും ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. വീഡിയോ കണ്ടതിന് നന്ദി. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.